നമസ്കാരം. കോൺഗ്രസിന്റെ ഒരു അവസ്ഥ മാധ്യമങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ വർഗീയ കക്ഷികളായും ഈ ഭൂരിപക്ഷ വർഗീയതയുമായും ഞങ്ങൾ യാതൊരു രീതിയിലുള്ള സന്ധി ചേരാത്ത വ്യക്തികളാണ്, പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരുന്ന ഒരു വല്ലാത്ത ദുരവസ്ഥ ആലോചിക്കുമ്പോൾ എന്ത് പറയാനാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ആരെങ്കിലും വിചാരിച്ചോ ഇവർ SDP ആയിട്ട് നടത്തിയിരിക്കുന്ന ഡീല് നല്ല പച്ചയായിട്ട് പുറത്തു വരുമെന്ന്? അതുകൊണ്ടല്ലേ നമ്മുടെ VD സതീശൻ ഇങ്ങനെ ഇരുന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഒരു രീതിയിലുള്ള ഭൂരിപക്ഷ വർഗീയതയുമായി സന്ധി ചേരില്ല എന്ന് പറയേണ്ടി വരുന്നത്. രാഹുൽ മാങ്കൂട്ടം ജയിച്ചപ്പോൾ SDP ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പടം പൊക്കിപ്പിടിച്ചൊരു ആഹ്ലാദ പ്രകടനം നടത്തുമെന്ന് എന്തായാലും VD സതീശൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവർ വോട്ടും മേടിച്ച് അവർ ഈ രാഹുൽ മാങ്കൂട്ടം ജയിക്കുമ്പോൾ സൈലന്റ് ആയിട്ട് ഇരിക്കും എന്നാണ് VD സതീശൻ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ SDP പ്രവർത്തകരും നേതാക്കളും ഒക്കെ കൊടി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ജയും വിളിച്ച് രംഗത്തേക്ക് വന്നതോടുകൂടി തന്നെയല്ലേ ചിത്രം മൊത്തം മാറിയത്. ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ റിപ്പോർട്ടർ ചാനലിലെ റോഷി വാരിനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കെന്ന് പറഞ്ഞ നേതാക്കളും ഈ മാങ്കൂട്ടം സൈബർ ആർമിയൊക്കെ രംഗത്തേക്ക് ഇറങ്ങിയോടുകൂടി തന്നെ മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ VD സതീശനും ഗ്യാങ്ങും. അങ്ങനെ സതീശൻ എന്ന് മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. ആ SDP കുറിച്ച് വീണ്ടും ചോദ്യം വരുന്നു. അണ്ണം പെട്ടു, സ്ഥിരം പല്ലവി. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടിതാ. ഞങ്ങൾ അല്ലല്ല, ഓരോ പാർട്ടിയും ഞാൻ ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ എല്ലാവരോടും ചോദിച്ചു, ഓരോ പാർട്ടി വർഗീയ പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ ഉള്ള അളവുകൾ എടുക്കുന്ന ആളുകളല്ല ഞങ്ങൾ. ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ സെക്യുലർ സ്റ്റാൻഡാർഡ്. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയും പ്രോത്സാഹിപ്പിക്കില്ല. കേട്ടല്ലോ. എന്തായാലും നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ ചില സവിശേഷതകളെ പറ്റി പറയാതെ വയ്യ കേട്ടോ. അതായത് ഈ SDP ആഹ്ലാദ പ്രകടനം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകനെ തട്ടിക്കളഞ്ഞേക്ക് എന്ന രീതിയിൽ ഒരു കൊലവിളി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. ആ വിഷയത്തിൽ എന്താണ് VD സതീശന് പറയാനുള്ളത്? VD സതീശന്റെ സ്റ്റാൻഡ് എന്താണ് എന്നൊന്നും ഒരു മാധ്യമവും ചോദിക്കുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ ആ വിഷയത്തിൽ ഈ പറയുന്ന പോലെ അങ്ങനെ ക്യാമ്പയിൻ അവസാനിപ്പിക്കണം എന്ന് പറയാതെ ഞങ്ങൾ VD സതീശൻ വിളിക്കുന്ന പ്രസ് മീറ്റിന് വരില്ല എന്ന് പറയാൻ പോലും ഒരാർജവും ഒരു മാധ്യമപ്രവർത്തകനും കാണിച്ചില്ല എന്ന കാര്യം കൂടി എടുത്ത് പറയട്ടെ. ഇനി അണ്ണിങ്ങനെ ന്യായീകരിച്ച് പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്നതിനിടയിൽ അടുത്ത ഒരു ഗംഭീര ചോദ്യം കൂടി വരുന്നുണ്ട്, ചേലക്കരയുമായി ബന്ധപ്പെട്ടാണ്. അതായത് ചേലക്കരയിൽ രമ്യ ഹരിദാസ് തോറ്റല്ലോ. അല്ല സതീഷ് ചേട്ടാ, ഈ KC വേണുഗോപാൽ പറഞ്ഞിരുന്നത് ചേലക്കരയിൽ ആര് ജയിക്കുന്നു ആ വിജയം നോക്കിയിട്ടായിരിക്കും വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷൻ 2026 നടക്കുന്ന ഫൈനലിൽ ആര് ഇനി ഭരണത്തിൽ വരും എന്ന് തീരുമാനിക്കുന്നത് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ രമ്യ ഹരിദാസ് തോറ്റ സ്ഥിതിക്ക് ഇനി മൂന്നാമതും ഈ പറയുന്ന LDFന്റെ ഭരണം തന്നെ വരാനല്ലേ സാധ്യത എന്ന് ചോദിച്ചതും അണ്ണൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ന്യായീകരണമുണ്ട്. ഇത് കേൾക്കുമ്പോൾ തോന്നും അവിടെ രമ്യ ഹരിദാസ് ആണ് ജയിച്ചതെന്ന്. എങ്ങനെയാണ് ആ ന്യായീകരിക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു കൊടുക്ക് സതീഷ് ചേട്ടാ, കണ്ടു പഠിക്കട്ടെ. ഞങ്ങൾ 40,000 വോട്ടിന് തോറ്റ സ്ഥലത്ത് 12,000 വോട്ടാക്കിയത് കുറച്ചതിന്റെ അഭിമാനം ഞങ്ങൾക്കുണ്ട്. 28,000 വോട്ടാണ്, വെറുതെ 1-2 വോട്ടല്ല, 28,000 വോട്ടാണ് ഞങ്ങൾ കുറച്ചത്. 28,000 വോട്ട് CPM-ന്റെ ഭൂരിപക്ഷം കുറച്ചതാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട. കേൾക്കുമ്പോൾ രമ്യ നേടിയ ഭൂരിപക്ഷത്തെ പറ്റിയാണ് പറയുന്നതെന്ന് പലർക്കും തോന്നും. രമ്യ അവിടെ 8 നില പൊട്ടിയെന്നും ലോകസഭയെ തോപ്പിച്ചത് കൂടാതെ നിയമസഭയിലും കൊണ്ടുവന്ന് തോപ്പിച്ച് ആ കൊച്ചിനെ ഇനി പഞ്ചായത്ത് ഇലക്ഷന് പോലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോൺഗ്രസും ഈ സതീശേട്ടനും കൊണ്ടുപോയി എത്തിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്നിട്ട് നിന്നിരുന്ന് തള്ളുകയാണ്, ഞങ്ങൾക്ക് അത്രയും കുറയ്ക്കാൻ പറ്റി, ഞങ്ങൾക്ക് ഇത്രയും കുറയ്ക്കാൻ പറ്റി എന്നൊക്കെ. ജയിക്കാൻ പറ്റിയില്ലല്ലോ, നല്ല 8 നില പൊട്ടിയില്ലോ. ചേലക്കരയിൽ പൊട്ടിയോടുകൂടി തന്നെ ഇനി LDF സർക്കാരിന് വീണ്ടും തുടർ ഭരണം കിട്ടുമെന്ന് സമ്മതിച്ചല്ലോ, അത് മതി, വേറൊന്നും കേൾക്കണ്ട. ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ. അവിടെ ഇരിക്കുന്ന മാധ്യമപ്രവർത്തകർ ഈ ചേലക്കരയുമായി ബന്ധപ്പെട്ട് വീണ്ടും കുത്തി ചോദിക്കുകയാണ്. അപ്പോൾ സതീശൻ വീണ്ടും ഇങ്ങനെ പറയാണ്, അടുത്ത പ്രാവശ്യം ആകുമ്പോൾ ഞങ്ങൾ അവിടെ ജയിക്കും ചേലക്കരയിൽ. അത്രയും കുറച്ചുകൂടെ നല്ല കോൺഫിഡൻസ് ആയല്ല, അത്രയും കുറച്ചു. 28,000 വോട്ട് ഒരു നിയോജകമണ്ഡലത്തിലെ വോട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് കുറയ്ക്കാം എങ്കിൽ കേരളത്തിൽ എത്ര സീറ്റുകളിൽ ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ നോക്കിക്കോ. അങ്ങനെ ഗത്യന്തരമില്ലാതെ നമ്മുടെ VD സതീശൻ നൈസായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് സുഹൃത്തുക്കളെ. ഈ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന സമയത്ത് എന്തുകൊണ്ടാണ് VD സതീശൻ ചേലക്കരയിലേക്ക് പോകാതിരുന്നതെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തിന് പാലക്കാടിൽ പോലും പോകാതെ എറണാകുളത്ത് തന്നെ ഈ VD സതീശൻ ഇരിപ്പായിരുന്നു. അവസാനം റിസൾട്ട് വന്ന് രാഹുൽ മാങ്കൂട്ടം ജയിച്ചു എന്ന് മനസ്സിലായപ്പോഴാണ് അങ്ങോട്ടേക്ക് പോയത്. ഈ നേരത്തെ
വോട്ട് ചെയ്യാന്ന് പറഞ്ഞ ടീംസൊക്കെ വോട്ട് ചെയ്തോ ഇല്ല എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകും. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വോട്ടൊന്നും രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ സാധ്യതയില്ല എന്ന് സതീശൻ അറിയാം. പിന്നെ അവിടെ നിന്നാണ് വോട്ട് വരാൻ സാധ്യത എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ആഹ്ലാദ പ്രകടനമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് വന്നോ ഇല്ലയോ എന്നൊക്കെ ആശാൻ ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല വി ഡി സതീശനെന്ന്. സതീശന്റെ കഴിഞ്ഞ ദിവസത്തെ ആ വാർത്താ സമ്മേളനത്തിന്റെ തുടക്കം കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ട്. വി ഡി സതീശൻ ഈ ഇലക്ഷൻ സമയത്ത് നടത്തിയിട്ടുള്ള പല പ്രസ്താവനകളും വി ഡി സതീശന് ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളും അതൊക്കെ പാർട്ടിക്ക് കനത്ത വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. ബി ജെ പിക്ക് കെ സുരേന്ദ്രൻ എങ്ങനെയാണോ അങ്ങനെയാണ് കോൺഗ്രസിന് വി ഡി സതീശൻ. അതായത് ഒരു പാർട്ടിയെ എങ്ങനെ കുളിപ്പിച്ച് ഇല്ലാതാക്കാം എന്ന് കാണിച്ചു തരുന്നതിൽ ഇവർ രണ്ടുപേരും ബെസ്റ്റാണ്. മാത്രവുമല്ലല്ലോ, KPCC പ്രസിഡന്റ് കെ സുധാകരന് ഒരു വിലയുമില്ലാത്ത ഒരു അധ്യക്ഷൻ എന്ന പട്ടം സമ്മാനിച്ചത് അതും ഈ വി ഡി സതീശനല്ലേ. ഒരു പാവമാണ്, ഒരു നിഷ്കളങ്കനാണ്, ഒരു സാധുവാണ് എന്നൊക്കെ വരുത്തി തീർത്ത് താനാണ് അതിനേക്കാൾ കരുത്തൻ എന്ന് വരുത്തി തീർത്തുകൊണ്ട് സത്യത്തിൽ കെ സുധാകരനെ സൈഡാക്കി, ഒരു പാർട്ടിയുടെ അധ്യക്ഷനെ സൈഡാക്കി വി ഡി സതീശൻ ഈ പാർട്ടിയെ അറഞ്ചും പുറഞ്ചും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ഇലക്ഷനിൽ പോലും എന്താണ് സംഭവിച്ചത്? UDF തരംഗമാണോ ഉണ്ടായത്? അല്ല, അവർ അവരുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചു നിർത്തി. ചേലക്കര സീറ്റ് അവർക്ക് പിടിച്ചടക്കാനും സാധിച്ചില്ല. അതിനർത്ഥം ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറഞ്ഞു നടന്നത് മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിഞ്ഞു. ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമില്ല എന്നും പ്രതിപക്ഷത്തിനോട് ഇപ്പോഴും ജനങ്ങൾക്ക് എതിർപ്പ് തന്നെയാണ് എന്നുകൂടി നമുക്ക് ഈ ഇലക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇപ്പോൾ ആരാണോ ഭരിക്കുന്നത് അവർ തന്നെ ഭരണം തുടരട്ടെ എന്ന ഒരു വിധി തന്നെയാണ് ചേലക്കരയിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ UR പ്രദീപിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. അതായത് ഈ സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഈ സർക്കാരിൻ്റെ എല്ലാ രീതിയിലുള്ള അവരുടെ ഇടപെടലുകളിലും ജനങ്ങൾ സംതൃപ്തരാണ് എന്ന് മറുപടി കൊടുത്തിരിക്കുന്നു പ്രതിപക്ഷത്തിന് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും പ്രതിപക്ഷം ഈ ഭരണപക്ഷത്തിനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും അതുപോലെ തന്നെ പല പെരും നുണകളും ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വികസന വിരോധികളായ നമ്മുടെ നാടിൻ്റെ വികസനത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന വർഗീയ പ്രചാരണം നടത്തി വോട്ട് ബാങ്ക് രാഷ്ട്രീയം പയറ്റുന്ന കോൺഗ്രസിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് സതീശനെയും കൂട്ടരെയും ഒക്കെ. എന്തായാലും സതീശൻ്റെയും അതുപോലെ തന്നെ സുധാകരൻ്റെയും ഒക്കെ ഒരു മാറ്റം എന്തായാലും ഈ പാർട്ടിക്കകത്തുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. ഗീബൽസ്യൻ തന്ത്രങ്ങൾ ഇറക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയം മോഡൽ പയറ്റിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കാൻ പറ്റുമെന്ന തോന്നൽ അത് സ്വന്തം പാർട്ടിയെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണെന്ന് പ്രവർത്തകർ മനസ്സിലാക്കുന്നു. സതീശനെയും സുധാകരനെയും എന്തായാലും തൽസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാതെ ഒരു നേതൃമാറ്റം നടത്താതെ ഇനി കോൺഗ്രസിന് രക്ഷയില്ല എന്നാണ് നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയം വിലയിരുത്തുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇവരെ വെച്ച് ഇനിയും മുന്നോട്ട് പോയാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഒരുപക്ഷെ ഇനി ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും സംശയമാണ്. കോൺഗ്രസിന് ഒരു സംഘപരിവാർ മുഖം വന്നിരിക്കുന്നു, മതേതര മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഐക്യവും ജനാധിപത്യവും ഒക്കെ നിറഞ്ഞു നിന്ന ഒരു പാർട്ടിയിൽ ഐക്യവുമില്ല ജനാധിപത്യവും ഇല്ലാതായി മാറിയിരിക്കുന്നു. ഇതൊക്കെ ഇവർ വന്ന ശേഷമാണ്. ഇതൊക്കെ പറയുന്നതും ആ പാർട്ടിയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് പലരും കോൺഗ്രസ് വിട്ടത്. കോൺഗ്രസ് നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രം അത് ഉയർത്തിപ്പിടിക്കുക തന്നെ വേണം. അതില്ലാത്ത പക്ഷം ഇങ്ങനെ നിരന്തരം മാധ്യമങ്ങളെ കണ്ട് ന്യായീകരിച്ച് നടക്കേണ്ടി വരും. ഒരു കള്ളം 10,000 മടങ്ങ് ആവർത്തിച്ചാലും അല്ലെങ്കിൽ ഒരു കള്ളത്തെ മറയ്ക്കാൻ 10,000 ന്യായീകരണങ്ങൾ ഇറക്കിയാലും നിങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ മുഖം രക്ഷിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.